നല്ല ബ്രൈറ്റ് ഷെയ്ഡിലൊക്കെ നിൽക്കുന്ന 4 കളേഴ്സിൽ വരുന്ന 4 അല്ല 5 കളേഴ്സിൽ വരുന്ന സാരി കളക്ഷൻസാണ് കേട്ടോ. ബനാറസി സിൽക്കിലാണ് വന്നിട്ടുള്ളത്. നോർമലി നമ്മൾ ബനാറസി ഒത്തിരി കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഒന്ന് അത് ഉടുത്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസിനെസ്സും ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന സാരിയാണ്. ത്രൂ ഔട്ട് ബോഡി നമുക്കൊരു ഡോബി ഡോട്ട്സ് ആണ് വരുന്നത് കേട്ടോ. അതിൽ എന്നെ ഹൈലൈറ്റ് ചെയ്ത് ഒരു അപ്പർ പോർഷനിൽ ലോവർ പോർഷനിൽ ചെറിയൊരു ബോർഡറിങ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് ത്രെഡും യൂറോപ്പ് സെറിയുടെ ഒരു വീവിങ് പാറ്റേൺ ആണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ പല്ലു വരുന്നത്. പല്ലുവിലാണെങ്കിലും കോപ്പർ സെറിയുടെയും അതുപോലെ തന്നെ ഗോൾഡൻ സെറിയുടെയും വീവിങ് പാറ്റേൺ ആണ് കൊണ്ടുവന്ന് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. സെപ്പറേറ്റ്ലി ടാസിൽസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഫസ്റ്റ് ലുക്ക്. ഒത്തിരി ഒതുങ്ങി നിൽക്കുന്ന സാരി പ്ലീറ്റ്സ് അല്ല, കുറച്ചൊന്ന് ഓപ്പൺ അപ്പായി നിൽക്കുന്ന ഒരു പ്ലീറ്റ്സും കൂടെയാണ്. സെക്കൻഡ് വരുന്നത് ഈ ഒരു റൂബി പിങ്ക് ഷെയ്ഡാണ്. ആൻഡ് ഇത് നമുക്ക് ഈ ഒരു സെയിം പാറ്റേണിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലൗസ് പീസാണ് ഈ വരുന്നത്. ഇതിലാണെങ്കിലും ഫുള്ള് നമുക്കൊരു ആ ഒരു ത്രെഡിൻ്റെയും യൂറോപ്പ് സെറിയുടെയും വീവിങ് പാറ്റേൺ തന്നെയാണ് ബ്ലൗസ് പീസിലും കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ബ്രൊക്കേഡ് ലുക്കിലാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. എങ്ങനെയാണ് നല്ല കളേഴ്സാണ് കേട്ടോ. എല്ലാം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 5 ഷെയ്ഡ്സും നല്ല കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ഫീൽ കൊണ്ടുവരുന്ന ഷെയ്ഡ്സും കൂടിയാണ്. ഇതാണ് അതിൻ്റെ പല്ലു. ഇതിലാണെങ്കിൽ ഒരു കോപ്പർ സെറിയും സിൽവർ സെറിയും ഗോൾഡൻ സെറിയും കൂടെ വരുന്നുണ്ട്. ഇതും സെപ്പറേറ്റ് ടാസിൽസ് വരുന്നുണ്ട്. ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലും ചേർന്ന് പോകുന്ന സാരീസും കൂടിയാണ് കേട്ടോ. ഇതിൽ നമുക്ക് പല്ലു വരുന്നത് ഇതാണ്. ഇതാണ് കേട്ടോ എൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ഇതിൽ നമുക്ക് ആ ഡോബി ഡോട്ട്സ് തന്നെയാണ്. ഓൾറെഡി ഡോബി ഡോട്ട്സ് വരുന്നത് തന്നെ കുറച്ചും കൂടെ ഒന്ന് സാരി ഓൾറെഡി ടോട്ടലി ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ്. നോർമലി ഇങ്ങനത്തെ സാരീസൊക്കെ കുറച്ചും കൂടെ പ്ലെയിൻ വന്നിട്ട് ബോർഡറിങ് ഡീറ്റെയിലിംഗ് ആയിരിക്കും സാരിയിൽ വരുന്നത്. പക്ഷേ ഇതിൽ ഫുള്ളി ഒരു റിച്ച് ലുക്ക് കൊണ്ട് തന്നെ ആ ഒരു ത്രെഡിൻ്റെയും യൂറോപ്പ് സെറിയുടെയും വീവിങ് പാറ്റേൺ കൊണ്ടുവന്ന് ബ്ലൗസ് നല്ലപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് റെഡ് ആയിരിക്കും. കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ലുക്ക് കൊണ്ടുവരും. നൈറ്റ് എന്തെങ്കിലും ഫങ്ഷൻ ആയിക്കോട്ടെ, ഡേ എന്തെങ്കിലും ഫങ്ഷൻ ആയിക്കോട്ടെ, എപ്പോഴും ഒരുപോലെ ഒരു ട്രെൻഡിങ് ഔട്ട് ആവാത്തൊരു ഷെയ്ഡും കൂടാണ് റെഡ് എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഇതൊക്കെ ഉടുത്ത് ഒന്നുകിൽ നമുക്ക് പ്ലീറ്റ്സ് എടുത്തോ അല്ലെങ്കിൽ 1 ലെയർ ഇട്ട് ഉടുത്ത് കഴിഞ്ഞാലും നല്ലൊരു ക്ലാസി ലുക്ക് കൊണ്ടുവരും. യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഒരു സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ്. ഒരു വൈറ്റ് വി നെക്കോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ നെക്കോ കൊടുത്ത് സ്റ്റിച്ച് ചെയ്താലും ഒരു യൂണിക് കളക്ഷൻസും കൂടെ അല്ലേ. അപ്പോൾ ഒരു ക്ലാസി ലുക്ക് എന്തായാലും ഉറപ്പായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡാണ്, നേവി ബ്ലൂ ഷെയ്ഡ്. പ്ലീറ്റ്സൊക്കെ എടുത്താലും നന്നായിട്ട് ഒതുങ്ങി കിടക്കും കേട്ടോ. നമുക്ക് സാരീസ് ഉടുക്കാൻ അറിയത്തില്ല എന്നുള്ളവർക്ക് പോലും പ്ലീറ്റ്സ് എടുത്ത് വേഗം ഉടുത്തെടുക്കാൻ പറ്റുന്നതും കൂടിയാണ്. ജസ്റ്റ് ഒന്ന് പ്ലീറ്റ്സ് എടുത്ത് കാണിച്ചു തരാം. ഞാനൊരു ജസ്റ്റ് ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസിൻ്റെ കൂടെയാണ് പെയർ ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഒരു വെറൈറ്റി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺട്രാസ്റ്റ് ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിൽ പെയർ ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ പേഴ്സണൽ ഒപ്പീനിയൻ ഈ ഒരു ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്യണം. കാരണം നല്ലപോലെ റിച്ച് ലുക്ക് ആ ബ്ലൗസിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. പ്ലീറ്റ്സൊക്കെ എടുത്താലും നല്ല രീതിക്ക് തന്നെ ഒതുങ്ങി കിടക്കും. ഏതൊരു ഏജ് ഗ്രൂപ്പിനായാലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതും കൂടെയാണ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് DVS179 എന്ന കോഡാണ്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 4319 ആണ് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ തൊട്ട് താഴെ സാരിയുടെ എല്ലാത്തിൻ്റെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. 1200 വന്നേക്കുന്ന ഒരു റിച്ച് ലുക്കിൽ വന്നേക്കുന്ന സാരി കേട്ടോ. നമ്മുടെ കാഞ്ചീപുരം ഇൻസ്പയർഡ് ആയിട്ട് വന്നേക്കുന്ന ആ ഒരു സെയിം ഫീലിലുള്ള ഒരു ലുക്കിൽ വന്നേക്കുന്ന സാരി. ഒരു കോൺട്രാസ്റ്റ് ലുക്കിലാണ് ഈ സാരി കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് വന്നേക്കുന്ന പിങ്കിൻ്റെയും നേവി ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷൻ. നമ്മൾ ഇപ്പം ആൻറ്റിക് ടച്ചിലൊക്കെ വരുന്ന അല്ലെങ്കിൽ ജുംകാസോ ഏത് ടൈപ്പ് ഓഫ് ട്രഡീഷണൽ ജ്വല്ലറീസ് നോക്കിയാലും അതിനകത്ത് വരുന്ന സ്റ്റോൺസ് റെഡ് അല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡ് ഗ്രീനൊക്കെ ആയിരിക്കും അല്ലേ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ആ ഒരു സെയിം ഷെയ്ഡിൽ വരുന്ന
ഒരു കോൺട്രാസ്റ്റ് ലുക്കിൽ വന്നേക്കുന്ന പല്ലുവും ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. പല്ലു ഷോർട്ട് പല്ലു, ഫുള്ളി ബ്രൊക്കേഡ് ലുക്കിൽ വന്നേക്കുന്ന റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലു ഡീറ്റെയിലിംഗ്. ആൻഡ് ബ്ലൗസ് പീസും കോൺട്രാസ്റ്റ് ലുക്കിൽ തന്നെയാണ് വരുന്നത്. സ്കാറ്ററായിട്ട് കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ബോർഡറിൽ വളരെ തിന്നായിട്ട് വന്നേക്കുന്ന ആ ഒരു കോൺട്രാസ്റ്റ് ലുക്കിൽ ഒരു 1/2 ഇഞ്ചോളം വരുന്ന ഒരു ലുക്കാണ് ബോർഡറിൽ കൊടുത്തേക്കുന്നത്. ബോഡിയിൽ ത്രൂ ഔട്ട് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ, ഇതൊരു ലൈറ്റ് ഗോൾഡൻ സെറിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളർ ഷെയ്ഡ്സും കൂടി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ബാക്കി കളേഴ്സും കൂടി നോക്കാം. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 1179. നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് പീക്കോക്ക് ബ്ലൂ. അതിനകത്ത് കൊണ്ടുവന്നേക്കുന്ന കോൺട്രാസ്റ്റ് ലുക്കും നേവി ബ്ലൂ ആട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതിനകത്ത് ബ്ലൗസിൻ്റെ ലുക്കും കാണിച്ചു തരാം കേട്ടോ. ഷോർട്ടായിട്ട് വന്നേക്കുന്ന പല്ലു ഡീറ്റെയിലിംഗ് സെയിം ആ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് സെൻറ്ററിൽ വന്നേക്കുന്നത്. ബോർഡറായിട്ട് 4 സൈഡും സെപ്പറേറ്റ്ലി ഒരു 5 ഇഞ്ചോളം വരുന്ന ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ബോർഡർലെസ് ലുക്കിൽ വന്നേക്കുന്ന ബോഡി പോർഷൻ, ബ്ലൗസ് പീസ് ഇതാട്ടോ. ബ്ലൗസ് വരുന്നത് ഒരു കോൺട്രാസ്റ്റ് ലുക്കിൽ നേവി ബ്ലൂ ഷെയ്ഡിനകത്ത് വന്നേക്കുന്ന ബ്ലൗസ് ആൻഡ് സ്കാറ്ററായിട്ട് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ചേർന്ന് തന്നെ ഒരു ബോർഡർ ഡീറ്റെയിലും കൂടി വരുന്നുണ്ട്. സെക്കൻഡ് ലുക്ക്, നെക്സ്റ്റ് വന്നേക്കുന്നത് കുറച്ചൊന്ന് സട്ടിലായിട്ട് നിൽക്കുന്ന കളർ പാലറ്റിലാണ്. ബേബി പിങ്ക് ആൻഡ് ബർഗണ്ടി ടോൺ, പർപ്പിളുടെ ഒരു കോമ്പിനേഷൻ. This is blouse piece and pallu portion. താടോ ലുക്ക് വരുന്ന ഇത്രയും നേരം നമ്മൾ ആ ഒരു കോൺട്രാസ്റ്റ് ലുക്കിലാണ് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം ബോഡിയിൽ ആ ഒരു കളറിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ മെറൂൺ ഷെയ്ഡിൽ വന്നേക്കുന്ന പല്ലു ആൻഡ് ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസ്, പല്ലു പോർഷൻ, ബോഡിയിൽ വരുന്നത് ഒരു സർക്കിളിനകത്ത് ഒരു ജോമെട്രിക് പാറ്റേണിലുള്ള ഒരു സർക്കിൾ കൊടുത്തിട്ട് അതിനകത്തൊരു ഫ്ലോറൽ പാറ്റേൺ ആട്ടോ. അതിനകത്ത് ബോഡിയിൽ വീവിങ് വന്നേക്കുന്നത്. ഫൈനലി ഗ്രീൻ ആൻഡ് മെറൂണിൻ്റെ കോമ്പിനേഷൻ. പല്ലു ആൻഡ് ബ്ലൗസ് പീസ്. ഇൻസൈഡൊക്കെ നീറ്റായിട്ടുള്ളൊരു കട്ടിങ് ഡീറ്റെയിലിംഗ് ഒക്കെയാണ് വരുന്നത്. ഇതിൻ്റെ കോഡ് വരുന്ന KAC 123. പ്രൈസ് റേഞ്ച് വന്നേക്കുന്ന 1179. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടൈപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സമ്മർ ടൈമാണ്. ഒരു ഇൻവിറ്റേഷൻ കാർഡ് കൈ കിട്ടിയിട്ടുണ്ട്. ഡേ ലൈറ്റ് ഫങ്ഷനാണ്. എന്തിട്ടുകൊണ്ട് പോകും? എന്നാൽ ഒരു ക്ലാസി എലിഗൻറ്റ് ലുക്കും വേണം. നല്ല ഭംഗിയായിട്ടുള്ള കളർ പാലറ്റിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ജാംദാനി കളക്ഷൻ. ആ ക്രൗഡിൽ നിങ്ങളായിരിക്കും സ്റ്റാർ. നമുക്ക് ഇന്ന് ആ കളക്ഷൻസ് കണ്ടാലോ. ഏതൊരു സ്റ്റൈലിനും എപ്പോഴും ഒതൻറ്റിക് ലുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ ഹാൻഡ് വോവൺ പാറ്റേണും ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ്. ഇന്ന് നമുക്ക് അതേ പാറ്റേണിൽ വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4 കളേഴ്സാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് പീസ് വന്നേക്കുന്നത് ജാംദാനി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഫാബ്രിക്കിൽ വീവിങ് പാറ്റേൺ വന്നേക്കുന്നതാണ്. ഇതാണ് എൻ്റെ ടോപ്പ് ഫുള്ളായിട്ട് വരുന്നത് ഉണ്ടോ. യോക്ക് പോർഷനിൽ ഫുള്ളായിട്ടൊരു ത്രെഡ് വീവിങ് പാറ്റേൺ വന്നിട്ടുണ്ട് ജാംദാനി വീവിങ് സ്റ്റൈലിൽ. ത്രൂ ഔട്ട് ദ ടോപ്പിൽ സ്കാറ്റേഡ് ആയിട്ടുള്ള ബൂട്ടാസ് വരുന്നുണ്ട്. ലോവർ എൻഡിലൊരു ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഈ സൽവാർ സെറ്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതിന് സ്ലീവിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാബ്രിക് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 3/4 സ്ലീവോ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു റിസ്റ്റ് വരെയുള്ള സ്ലീവ്സോ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഇങ്ങനത്തെ വീവിങ് പാറ്റേൺസിലുള്ള സൽവാർ സെറ്റ്സിൽ പല കളേഴ്സിൽ വൈറ്റ് ബേസിനകത്തൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് ഹാൻഡ് വർക്കും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള നക്ഷി കാന്ത പാറ്റേൺ സ്റ്റൈലിലാണ് അതിൻ്റെ ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ഇപ്പം ടോപ്പിൻ്റെ ലുക്ക്.
ഇനി ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റഡ് പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ടയിലും ഇതേപോലെ തന്നെ നമ്മൾ ഹാൻഡ് വർക്ക് ആച്ചൽ പോർഷൻ, അതായത് മുന്താണി വരുന്ന പോർഷൻസിൽ ഹാൻഡ് വർക്ക് കൊടുത്തുകൊണ്ടാണ് എൻ്റെ ടോപ്പും ദുപ്പട്ടയും ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പ് ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് സമ്മർ ടൈമിൽ ഡേ ലൈറ്റ് ഫങ്ഷൻസ് ആണെങ്കിൽ, ഡേ ലൈറ്റിൽ ഔട്ട്ഡോറിലുള്ള എന്തെങ്കിലും ഗെറ്റ് ടുഗതറോ അതുപോലെ തന്നെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഫങ്ഷൻസ് ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടും എന്നാൽ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ടും വെയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ഗ്രീൻ കളർ അല്ലാതെ ബാക്കി 4 കളേഴ്സും കൂടി നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കാണാം. അതുപോലെ ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നത് UVSൻ്റെ സാരിയാണ്. മഡ്ക ടിഷ്യൂ വീവിങ്ങിനകത്ത് വന്നേക്കുന്നതാണ്. 15,000 റേഞ്ചിലുള്ള സാരിയാണ് കേട്ടോ. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഒരു ഇച്ചിരിയും കൂടെ ഡാർക്കറായിട്ടുള്ളൊരു പിങ്ക് ടോൺ. അതും ഈ ജാംദാനി സാരീസിനൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം മോട്ടേർഡ് പവർ ലൂമിൽ വീവ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആൻഡ് എൻ്റെ വാപ്യാൻസ് എല്ലാം തന്നെ ഒരു ഗോൾഡൻ ബീച്ച് കളറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുണ്ടോ, ഇതാണ് എൻ്റെ സെക്കൻഡ് ഡിസൈൻ. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ആൻഡ് സോബർ ടച്ചും, അതാണ് അതിനകത്ത് ഏറ്റവും ഭംഗിയുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ആ സോബർ ലുക്കിൽ എലിഗൻ്റ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക്. ഉണ്ടോ, ദുപ്പട്ടയും അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ടാണ് എന്നെ പെയർ ചെയ്തേക്കുന്നത്. സെക്കൻഡ് കളർ, അതിൻ്റെ കൂടെ ഒരു ടോണും കൂടെ ഡാർക്കറാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ബോട്ടം വന്നേക്കുന്നത് ഒരു ടോൺ ഡാർക്കറായിട്ടാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് കളർ, നല്ല വയലറ്റിഷ് ടോൺ. നല്ല ഭംഗിയുള്ളൊരു ടോണാണ് കേട്ടോ. ഇത് എല്ലാ കളർ പാലറ്റ്, പിന്നെ ഒത്തിരി ഡാർക്കർ ടോൺസിലുള്ളവർ, അതായത് വീറ്റിഷ് ഡാർക്കർ പാലറ്റിലുള്ളവർ കഴിവതും ഈ കളേഴ്സ് ഫേസിലടിക്കുന്ന രീതിയിൽ വെയർ ചെയ്യാത്ത, അതായത് അങ്ങനത്തെ പിക്ക് ചെയ്യാത്തായിരിക്കും ഭംഗി. കാരണം ചില സമയത്ത് നമുക്ക് ഡേ ലൈറ്റിലൊക്കെ വരുമ്പോൾ നമ്മുടെ മുഖം ഒന്നും കൂടെ ഇരുണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കൂടെ ഡാർക്കറായിട്ട് തോന്നും കേട്ടോ. ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത്. ഇതിനകത്ത് ത്രെഡ്സ് കൊടുത്തേക്കുന്നത് റെഡും ഓറഞ്ചും മസ്റ്റേർഡ് യെല്ലോയാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ കൂടെ ഏതൊക്കെ കളർ പാലറ്റ് മാച്ച് ചെയ്യും എന്നുള്ളതും നമുക്ക് ഇതിൻ്റെ കൂടെ നോക്കുമ്പം നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, ആ ഷോളിൻ്റെ അറ്റത്ത് വന്നേക്കുന്ന ബൂട്ടാസിലും അതേപോലെ തന്നെ ആ വർക്കും കൊടുത്തേക്കുന്ന കാരണം നല്ല ഭംഗിയായിട്ടാണ് ഈ സെറ്റ് വന്നേക്കുന്നത്. ഉണ്ടോ, ഇപ്പം ഒരു ഇൻ്റർവ്യൂസിനൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ വർക്ക് ഇല്ലാത്ത കളക്ഷൻസ് നല്ലതാണ്. പക്ഷേ നമുക്കൊരു ഗെറ്റ് ടുഗദർ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സംതിങ് ഡിഫറെൻറ്റ് എന്നാൽ. പക്ഷേ ഇതൊന്നും ഉണ്ടല്ലോ ഒത്തിരി ടൈറ്റ് ഫിറ്റിങ്ങിൽ ചെയ്തെടുക്കരുത് കേട്ടോ. ഇച്ചിരി ഒരു ലൂസ് ആൻഡ് കംഫർട്ട് ഫിറ്റിൽ ചെയ്താലാണ് ഇതിനൊക്കെ ഏറ്റവും ഭംഗി വരുന്നത്. കാരണം എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് നല്ല ഭംഗിയുള്ളൊരു ഡാർക്കർ ബേജ് ടോൺ. ആൻഡ് സറ്റുവൻ ഫാബ്രിക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ബോട്ടത്തിൻ്റെ ഫാബ്രിക് വന്നേക്കുന്നത്. ആൻഡ് ബ്യൂട്ടിഫുള്ളി ഹാൻഡ് ക്രാഫ്റ്റഡ്, ഹാൻഡ് വർക്ക്ഡ്, ഹാൻഡ് വോവൺ ദുപ്പട്ട. ഹാൻഡ് വോവൺ അല്ല, മോട്ടേർഡ് പവർ ലൂമിൽ ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ട. അപ്പം ഈ കളക്ഷൻസ് എല്ലാം തന്നെ റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 3,199 ആണ്. VAN 143144 അങ്ങനത്തെ ഡിഫറെൻറ്റ് കോഡ്സിലാണ്. എല്ലാ ലിങ്കും തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ഇറ്റ് ഔട്ട്.